ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നാടി തീർത്തിട്ട് വരും. Wow, let's enjoy the pool. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഒരു യാത്ര അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഒരുപാട് ഓർമ്മകൾ നെയ്തുകൂട്ടുവാനും അതുപോലെ തന്നെ അനുഭവങ്ങൾ സമ്പാദിക്കുവാനും വേണ്ടിയുള്ളതാണ്. അത്തരത്തിലൊരു യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കാറ്റും കുളിരും നിറഞ്ഞ വാഗമൺ കുന്നുകൾക്കിടയിലൂടെ ഒരു ഡ്രൈവ് ആസ്വദിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് തമാശകളൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഗമണ്ണിനൊരു പ്രത്യേക ഭംഗിയല്ലേ. ഓരോ വളവിനും അതിൻ്റെതായിട്ടുള്ളൊരു പ്രത്യേകതയും ഒരു സൗന്ദര്യവുമുണ്ട്. അത് വാഗമണ്ണിൽ പോയിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ഈ കാണുന്ന വളവിന്റെ വൈബ് അങ്ങോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി അങ്ങോട്ട് നിർത്തി. വൈബ് എന്ന് പറഞ്ഞാൽ അന്യായ വൈബാണ് കേട്ടോ. ആ ഒരു ഭംഗി നോക്കിയ ആ സ്ഥലത്തിന്റെ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കൂടിയായിരുന്നേ. എന്ന് വെച്ചാൽ ഒന്ന് മൂടി നിൽക്കുന്ന ആ സമയത്ത് റോഡിൽ കൂടെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളത് നല്ലപോലെ ആസ്വദിച്ചു കേട്ടോ. അപ്പൊ കഴിഞ്ഞ സ്റ്റാർ സിംഗർ സീസൺ 9 ഞങ്ങൾ കുത്തിയിരുന്ന് കാണുന്ന ഒരു പരിപാടിയായിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഗോകുൽ. ഇപ്പൊ ഗോകുല് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ലാലേട്ടന്റെ തുടരുമെന്ന് പറയുന്ന സിനിമയില് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു ഗാനമാണ് മിഴിയോരം. മിഴിയോരം എന്നുള്ള ആ ഒരു ഗാനം കേട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി, ഈ ഒരു പാട്ടിന്റെ കവർ സോങ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഈ വാഗമണ്ണിന്റെ ആ ഒരു ഭംഗിയിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ പാട്ടുപാടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണേ. ഈ ഒരു വഴി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേയുടെ റൂട്ടാണ്. ഹെയിൽ വാഗമൺ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ പോലുള്ള ഒരു ചെറിയ റിസോർട്ട്. നല്ല രസമാണ്. അവിടുത്തെ വീഡിയോസും അതുപോലെ ഫോട്ടോസും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആ ഒരു റിസോർട്ടിൽ ഇന്ന് താമസിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു വഴിയാണ്. ഒരു കയറ്റത്തോട്ട് നമ്മൾ കയറിപ്പോൾ ഒരു കുന്ന് കയറുകയാണ് നമ്മളിപ്പോൾ. പോകുന്ന വഴിക്ക് നമുക്ക് നല്ല നല്ല പൂക്കളും അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകളും ഒക്കെ, ഏലത്തോട്ടങ്ങളും അതുപോലെ മരങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വഴിയായിരുന്നു അത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് കയറ്റം അങ്ങോട്ടങ്ങ് കൂടാൻ തുടങ്ങി. അതിനോടൊപ്പം കേരളത്തിന് സ്വന്തം കുണ്ടും കുഴികളും ഞങ്ങളെ വരവേറ്റു. അപ്പം നമ്മുടെ വഴികാട്ടിയായിട്ടുള്ള ഗൂഗിൾ അമ്മച്ചിയുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ട് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന ഹെയിൽ വാഗമൺ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇതാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കൊള്ളാം കേട്ടോ, നല്ല ഫ്രെയിമാണ്. എന്താണെന്നറിയത്തില്ല, എനിക്കങ്ങ് ഇഷ്ടമായി ഈ പ്രോപ്പർട്ടി. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കണ്ടോ എന്തോരം ചക്കകളാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിയേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിസോർട്ടിൽ ഇത്രയും പ്ലാവും മാവും ഒക്കെ കാണുന്നത്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണിയാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഒരു 3 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിൽ പോയി ഞങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അങ്ങനെ നമുക്ക് റൂം കിട്ടി. സോ ദിസ് ഈസ് അവർ റൂം 3001. വാവ്, വാട്ട് എ ബ്യൂട്ടി. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ആംബിയൻസ്. സോ ദിസ് ഈസ് അവർ റൂം ഫോർ ടുഡേ. ആക്ച്വലി നൈസ് റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി റൂം. നൈസ്. അതാണ് ബാൽക്കണി അല്ലേ. ബാൽക്കണി വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. ബാൽക്കണി വ്യൂ ആണ്. ഇതിനാണ് നമ്മൾ പൈസ കൊടുത്തത്. വാവ്, മലനിരകൾ. ഇത് പല ഷേപ്പിലുള്ള മലകളാണിത്.
മാങ്ങാ സീസൺ ആയിക്കോട്ടെ, നല്ല മാങ്ങകൾ ഇങ്ങനെ തൂങ്ങിയാടി കിടപ്പുണ്ട്. ഓക്കെ, നൈസ് വ്യൂ ആണ്, നൈസ് വ്യൂ. സോ ഇന്ന് പൊളിച്ചടുക്കും നമ്മൾ. ഓ, വ്യൂ എൻജോയ് ചെയ്യുന്ന കുഞ്ഞുമണി. ആ ചിരി കണ്ടില്ലേ? ശരിക്കും കൊടുക്കണം 10 രൂപ. വാവ്, വാട്ട് എ ബ്യൂട്ടി. താഴെ തന്നെ സ്വിമ്മിംഗ് പൂള് നമുക്ക് കാണാം. നൈസ്. ഗാർഡനിങ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ബാൽക്കണി തന്നെയാണെങ്കിലും അത്യാവശ്യം ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഗാർഡനാണ് മെയിൻ അല്ലേ? ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് ആയിപ്പോയി. ഞങ്ങളുടെ താഴത്തെ ഫ്ലോറിലെ ഇന്നത്തെ ഗസ്റ്റുകൾ, അവരുടെ ഇന്നത്തെ ഒരു എൻജോയ്മെൻറ്റ് അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ആ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പം ഈ ഒരു നല്ല ക്ലൈമറ്റിൽ ഞങ്ങൾ പൂളിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അതിനുള്ള ഞങ്ങളുടെ തയ്യാറെടുപ്പാണിത്. ലെറ്റ്സ് എൻജോയ് ദ പൂൾ. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹെയിൽ വാഗമൺ. തെന്നിയടിച്ചില്ല. ഓക്കെ, വി ആർ ഗോയിങ് ഫോർ എ സ്വിം. സോ ഗൈസ്, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോകുന്നത് സ്വിമ്മിങ് പൂളിലോട്ടാണ്. എന്താ ലുക്കെന്ന് നോക്കി. വാവ്, ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. നമുക്കവിടെ നാട് തീർത്തിട്ട് വരാം. വാവ്, ഞങ്ങളിവിടെ ഒരു ആടുന്ന ചെയറിലിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കുന്ന വ്യൂ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. അടിപൊളി വ്യൂ ആണ്. നല്ല മഞ്ഞൊക്കെ വരുന്നുണ്ട് അല്ലേ? നല്ല കാറ്റുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ചിൽ വൈബാണ്. എക്സ്ട്രീംലി ഹാപ്പിയാണ് ഞങ്ങള്. ഇത് നമ്മള് ഊഞ്ഞാലാടിക്കൊണ്ടെടുക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല വ്യൂ ആണ്. അതുപോലെ ചെറിയ കാറ്റുണ്ട്. കാറ്റടിക്കുമ്പോൾ ഉള്ള ഒരു തണുപ്പ്. ഞാനിത് മൊത്തം പറഞ്ഞില്ലല്ലോ അച്ചു. എടുത്തോണ്ടിരിക്കുക.
അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മഞ്ഞുണ്ട്. നമ്മൾ മെയ് മാസം അവസാനമാണ് ഇവിടെ വന്നത് എങ്കിലും നല്ല മഞ്ഞൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചാറ്റൽ മഴയുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഏറ്റവും മുകളിലാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത്. ഇതാണ് സ്കെയിലിൻ്റെ ഒരു എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. ഇതാണ് സൂപ്പർ. ഇതാണ് ഓഫീസ് റിസപ്ഷൻ എന്ന് പറയുന്നത്. ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നേരെ പൂളിലേക്ക് പോവുകയാണ്. ഒരു വാഷ്റൂം. പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. വാവ്, ഇപ്പം എത്ര മണിയായി? ചാടണ്ട, ഇറങ്ങിയാൽ അത് പിള്ളേരുടെ നല്ല തണുപ്പില്ലേ? എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. സോ എൻജോയ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി സമയം പോയതറിഞ്ഞില്ല. പിതുക്കെ നേരം ഇരുട്ടി തുടങ്ങി. റിസോർട്ടിലെ ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. സ്വിമ്മിംഗ് പൂളിന് അവിടെ നിന്നുള്ള വാലി വ്യൂ അതിമനോഹരമായിരുന്നു. അത് ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. മുറിയിലോട്ട് പോയാലോ? അങ്ങനെ ഒരു ദിവസം നീണ്ടു നിന്ന യാത്രയും സ്നേഹവും തമാശകളും അതുപോലെ റിസോർട്ടിലെ കാഴ്ചകളും സ്വിമ്മിംഗ് പൂളിലെ കുളിയും എല്ലാം കൊണ്ട് ഞങ്ങളുടെ മനസ്സൊന്ന് തണുത്തു. ഞങ്ങളുടെ മനസ്സൊന്ന് ഫ്രഷായി. റിസോർട്ടിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും അതുപോലെ ഗാർഡൻ ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നടക്കുവാനും ഈ കാഴ്ചകളൊക്കെ കാണുവാനും ഒക്കെ അതിമനോഹരമാണ്. ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ആലിപ്പഴം, അതായത് ഐസ് കട്ടകൾ വീഴുമെന്നാണ് ഇവിടുത്തെ മാനേജർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു റിസോർട്ടിന് ഹെയിൽ എന്നുള്ള പേര് വന്നത്. ഹെയിൽ മീൻസ് ആലിപ്പഴം എന്നാണ്. അപ്പോൾ നമ്മൾ പതുക്കെ റൂമിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. കണ്ടു നിന്ന് പോകും ആക്ച്വലി. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ ആ സ്ഥലത്ത് ഇവിടെ വെളിയിൽ നമ്മൾ കുറച്ച് നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അതെ, കാറ്റാണ് കാറ്റ്.
രാത്രിയേക്കാൾ മനോഹരമായിട്ടുള്ള രാവിലത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ മെയിൻ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഫുഡടി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നലത്തെ ഡിന്നർ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ഫുഡ് ഇവിടെ ലഭിച്ചു. ഒടുവിൽ ഹൃദയം നിറച്ച് സ്മരണകൾ ചേർത്ത് ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്തു. റിസോർട്ടിന്റെ സ്നേഹപരിചരണങ്ങളെ പിന്നിലാക്കി യാത്ര തുടരാൻ ഞങ്ങൾ ഇറങ്ങി. യാത്രയിലെ പല അവസാനങ്ങളും പുതിയ തുടക്കങ്ങളാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.